ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയോട് സ്തോത്രം. ഈ പ്ലാറ്റ്ഫോമിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കുന്ന വിഷയം മരുഭൂമിയിൽ നിന്ന് എന്ത് കിട്ടും എന്നുള്ളതാണ്. അതിനാധാരമായി നമ്മൾക്കൊരു വചനഭാഗം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 23-ാം വാക്യം. അതിന് അവൻ, യെശയ്യാ പ്രവാചകൻ പറയുന്നത് പോലെ കർത്താവിന്റെ വഴി നേരെയാക്കുവീനെന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഞാനാകുന്നു എന്ന് പറഞ്ഞു. 4 സുവിശേഷങ്ങളിലും ഒരുപോലെ പ്രതിപാദിക്കപ്പെടുന്ന ഒരു വിഷയമാണിത്. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലും, മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലും, ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 4-ാം വാക്യത്തിലും ഈ വചനങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. പഴയ നിയമ പ്രവാചകനായ യെശയ്യാവിലൂടെയും യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ കേട്ടോ ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവീൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പാറ നിരപ്പാക്കുവീൻ എന്ന് പറയുന്നു. യെശയ്യാ പ്രവചനം 43-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതെ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. മരുഭൂമി എന്നാൽ എന്താണ്? കഠിനമായ ഉഷ്ണം അല്ലെങ്കിൽ കഠിനമായ ശൈത്യം, ഇവ രണ്ടും കൂടെ ചേർന്ന് മിതോഷ്ണാവസ്ഥ, ഇങ്ങനെ 3 സാഹചര്യങ്ങളാണ് മരുഭൂമിയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇയ്യോബിന്റെ പുസ്തകം 38-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ നമുക്ക് കാണുന്നു, ഇത് നിർജ്ജന പ്രദേശമാണെന്നും ആൾപ്പാർപ്പില്ലാത്ത ഇടമാണെന്നും. അപ്പോൾ തന്നെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ മഹാമരുഭൂമിയിൽ ധാരാളം ജന്തുജാലങ്ങളും പച്ച സസ്യങ്ങളുമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ് സഹാറ മരുഭൂമി. 1200-ലധികം പച്ചച്ചെടികൾ, സസ്യങ്ങൾ അവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ മനുഷ്യരായ നാം ഇപ്രകാരം ഒരു അവസ്ഥയിൽ ജീവിക്കുവാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. നാം ആരും നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കത്തില്ല, ദൈവമേ എനിക്ക് മരുഭൂമിയുടെ അവസ്ഥയിലൂടെ ജീവിക്കാൻ സഹായിക്കണേ എന്ന്. കാരണം നിർജ്ജനതയും ശൂന്യതയും ആൾപ്പാർപ്പില്ലാത്ത അനുഭവങ്ങളും ഒറ്റപ്പെടലുകളും ഒക്കെ ഒത്തിരി അവിടെയുള്ള സ്ഥലമാണ്. എന്നാൽ നാം ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മരുഭൂമിക്ക് സമാനമായ അവസ്ഥകൾ ഉണ്ട് എന്നുള്ളതാണ്. കഷ്ടങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും നെടുവീർപ്പുകളും പട്ടിണിയും നിന്ദകളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. മരുഭൂമിക്ക് സമാനമായ അനേക അനുഭവങ്ങളിലൂടെയാണ് പലപ്പോഴും നാം ഒക്കെയും ജീവിക്കുന്നത്. ഇപ്രകാരമുള്ള ഘട്ടത്തിലാണ് വിശുദ്ധ വേദപുസ്തകത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ, പുറപ്പാട് പുസ്തകത്തിൽ ഇപ്രകാരം കാണുന്നു, ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ ജനത്തെ മിസ്രൈമിയ അടിമത്തത്തിൽ നിന്ന് ദൈവം വിടുവിച്ചിട്ട് മരുഭൂമിയിലേക്ക് അവരെ നടത്തിയതെന്ന്. നീണ്ട 40 വർഷം അവർ മരുഭൂമിയിലൂടെ സഞ്ചരിക്കേണ്ടതായി വന്നു. അവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന കനാൻ ദേശമുണ്ടായിരുന്നു. ആ ദേശത്തിന്റെ പ്രത്യേകത, അത് പാലും തേനും ഒഴുകുന്ന ദേശമെന്നാ പറയുന്നത്. എന്നാൽ ദൈവം ഒരുക്കിയിരിക്കുന്ന ആ വാഗ്ദത്ത ഭൂമിയിൽ എത്തുന്നതിന് മുമ്പേ നീണ്ട 40 വർഷം അവർക്ക് മരുഭൂമിയിൽ കൂടെ തന്നെ യാത്ര ചെയ്യേണ്ടി വന്നു. എന്നാൽ ഈ മരുഭൂമി യാത്രയിൽ ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നു. അത് ഏറ്റവും സന്തോഷകരമായൊരു അനുഭവമാണ്. മാത്രമല്ല, ദൈവം അവർക്ക് ആ ചൂടേറിയ മരുഭൂമിയിൽ പകൽ മേഘസ്തംഭം കൊടുത്തു, രാത്രി അഗ്നിസ്തംഭം കൊടുത്തു. അതായത് പകലും രാത്രിയും ഒരുപോലെയുള്ള അവസ്ഥ. അവർക്ക് മഞ്ഞ കൊടുത്തു ഭക്ഷിപ്പാൻ, അവർക്ക് കുടിപ്പാൻ വെള്ളം ആ മരുഭൂമിയിൽ കൊടുത്തു. അവർക്ക് നേരിട്ട എല്ലാ പ്രതിസന്ധികളിലും ദൈവം അവർക്ക് സംരക്ഷണം കൊടുത്തതായി ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ, ഈ മഹാമരുഭൂമിയിൽ നീ സഞ്ചരിക്കുന്നത് ദൈവം അറിഞ്ഞിരുന്നു എന്നാ പറയുന്നത്. ഇപ്രകാരമുള്ള നടത്തിപ്പിന്റെ പിന്നിൽ ദൈവത്തിന് ചില ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ആവർത്തന പുസ്തകം തന്നെ 8-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ, നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുകയോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിവാനുമായി ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും ഓർക്കണമെന്ന് തിരുവചനം പറയുന്നു. അപ്പോൾ തന്നെ നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, നീ നിന്റെ മഹാകരുണ നിമിത്തം അവരെ മരുഭൂമിയിൽ വിട്ടുകളഞ്ഞില്ല. പകലിൽ അവരെ വഴി നടത്തിയ മേഘസ്തംഭവും രാത്രിയിൽ അവർക്ക് വെളിച്ചം കൊടുത്ത് അവർ നടക്കേണ്ടുന്ന വഴി കാണിച്ച അഗ്നിസ്തംഭവും അവരെ വിട്ടുമാറിയതുമില്ല. അവരെ ഉപദേശിക്കേണ്ടതെന്ന് നിന്റെ നല്ല ആത്മാവിനെ കൊടുത്തു. അവരുടെ കൊറ്റിന് മുട്ടുവരാതെ നിന്റെ മഞ്ഞയെയും അവരുടെ ദാഹത്തിന് വെള്ളത്തെയും കൊടുത്തു.
ഇങ്ങനെ നീ അവരെ 40 സംവത്സരം മരുഭൂമിയിൽ പുലർത്തി. അവർക്കൊന്നും കുറവുണ്ടായില്ല. അവരുടെ വസ്ത്രം പഴകിയില്ല, അവരുടെ കാൽ വീങ്ങിയതുമില്ല. നീ അവർക്ക് രാജ്യങ്ങളെയും ജാതികളെയും അതിർത്തിരിച്ച് വിഭാഗിച്ചു കൊടുത്തു. 23-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, അവരുടെ മക്കളെ നീ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിച്ചു. ചെന്ന് കൈവശമാക്കുവാ നീ അവരുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തിരുന്ന ദേശത്തേക്ക് അവരെ എത്തിച്ചു എന്ന് കാണുന്നു. എത്ര വിശ്വസ്തനായൊരു ദൈവമായല്ലേ. യെശയ്യാ പ്രവചനം 21-ാം അധ്യായത്തിന്റെ 45-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, യഹോവ ഇസ്രായേൽ മക്കളോട് അരുളി ചെയ്ത വാഗ്ദത്തങ്ങളിൽ ഒന്നും വൃഥാവാകാതെ സകലതും നിവർത്തിയായി എന്ന്. പുറപ്പാട് പുസ്തകം തന്നെ 25-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ അവരെ നടത്തുവാൻ ദൈവം തിരഞ്ഞെടുത്ത തന്റെ ദാസനായ മോശയിലൂടെ അവർ കരുളപ്പാടുകളെ കൊടുത്തുകൊണ്ടേയിരുന്നു. കൽപ്പനകൾ, പ്രമാണങ്ങൾ ഒക്കെ ദൈവം അവർക്ക് കൊടുത്തു. പകൽ മേഘസ്തംഭം, നമ്മൾ മുകളിൽ വായിച്ചതുപോലെ രാത്രി അഗ്നിസ്തംഭം. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ദൈവം തിരഞ്ഞെടുത്ത ജനത്തെ ദൈവം 100% വിശ്വസ്തയോടെ പുലർത്തും എന്നുള്ളതാണ്. എന്നാൽ നമുക്ക് എന്ത് ലഭിച്ചു, നമുക്കെന്ത് ലഭിക്കും എന്നതാണ് ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ ഈ മരുഭൂമി യാത്രയിൽ വേണ്ടതെല്ലാം നൽകി ദൈവം നമ്മളെ ജീവിപ്പിക്കും. ഏദൻ തോട്ടത്തിൽ 5 ദിവസക്കാലം ദൈവം പക്ഷികളെയും മൃഗങ്ങളെയും ഇഴജാതികളെയും പറവജാതികളെയും ഒക്കെ സൃഷ്ടിച്ചു. അതിനുശേഷം 6-ാം ദിവസമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അതായത് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് മനുഷ്യന് വേണ്ടതെല്ലാം ദൈവം സൃഷ്ടിച്ചിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. മത്തായി സുവിശേഷം 6-ാം അധ്യായം 25-ാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആകാശത്തിലെ പറവകളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? 33-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അക്ഷരികമായി ഈ മരുഭൂമി യാത്രയിൽ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനേകവിധമാകുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും സങ്കടങ്ങളും സംഘർഷങ്ങളും ഒറ്റപ്പെടലുകളും നിന്ദകളും പരിഹാസങ്ങളും അവഗണനകളും ഒക്കെ ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാ. എന്നാൽ നമ്മുടെ ദൈവം നമ്മളോട് പറയുന്നു, നിങ്ങൾ വിചാരപ്പെട്ടതുകൊണ്ട് 1 മുഴം നീളം കൂട്ടാനോ കുറയ്ക്കാനോ നിങ്ങളെ കൊണ്ട് കഴിയുകയില്ല. മാത്രമല്ല, നമ്മളെക്കുറിച്ച് നന്നായി വിചാരപ്പെടുന്നൊരു ദൈവമുണ്ട് എന്ന് തിരുവചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. യെശയ്യാ പ്രവചനം 55-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു എന്ന് കാണുന്നു. എത്രയും ശ്രേഷ്ഠമായ ദൈവിക നടത്തിപ്പാ ദൈവത്തിന്റെ ജനമായ നമുക്കും ദൈവം നൽകുന്നത് എന്ന് ഈ വചനഭാഗങ്ങളിലൂടെ തെളിയിക്കപ്പെടുകയാ. എന്നാൽ മരുഭൂമിയിൽ നമുക്ക് വേണ്ടി ദൈവം തുറന്ന ഏറ്റവും മേത്തരവും പൂർണ്ണതയുള്ളതായ ഒരു വഴി ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വീണ്ടും ചിന്തിക്കാം. നമ്മൾ ആരംഭത്തിൽ വായിച്ചതുപോലെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 23-ാം വാക്യത്തിൽ യോഹന്നാൻ സ്നാപകൻ പറയുന്നു, മരുഭൂമിയിൽ നിന്ന് വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഞാനാകുന്നു എന്ന്. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ യെശയ്യാ പ്രവാചകൻ മുൻപ് കൂട്ടി പ്രവചിച്ചിരുന്നതുപോലെ മരുഭൂമിയിൽ വെച്ച് യോഹന്നാൻ സ്നാപകന് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടാകുന്നതായി കാണുന്നു. ഈ യോഹന്നാൻ എന്ന വ്യക്തി മരുഭൂമിയിൽ പാർത്തിരുന്ന വ്യക്തിയാ. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ധരിച്ച് വെട്ടുക്കിളിയും കാട്ടുതേനും ഭക്ഷിച്ച് മരുഭൂമിയിൽ ജീവിച്ച വ്യക്തിയാ. അവിടെ വെച്ചാണ് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായിട്ട് അവൻ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യത്തിൽ, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന്. കർത്താവായ യേശു ക്രിസ്തുവിനെ
അവൻ വരുന്നത് കണ്ടിട്ടാണ് യോഹന്നാൻ സ്നാപകൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞത്. അതിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആരാണ് പാപി? എങ്ങനെയാണ് ഒരു മനുഷ്യൻ പാപിയായി തീർന്നത്? ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദയവായി കാണാത്തവർ അത് പോയി കാണുക. എങ്കിലും നമുക്കൊരു വാക്യം വായിക്കാം. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ മനുഷ്യവർഗം മുഴുവൻ പാപികളായി തീർന്നുവെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. പാപമരണത്തിന് നാം എല്ലാം അധീനരായി തീർന്നു. നിത്യശിക്ഷാവധിക്ക് നാം എല്ലാം യോഗ്യരായി തീർന്നു. ഈ അവസ്ഥയിലൂടെ ജീവിതത്തിന്റെ യഥാർത്ഥ സന്തോഷമോ സമാധാനമോ ലഭിക്കാത്തവരായി നിർജീവമായ അവസ്ഥയിൽ ജീവിക്കുന്ന, മരുഭൂമിക്ക് സമാനമായ അവസ്ഥയിൽ ജീവിക്കുന്ന നമ്മൾക്ക് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് നിത്യമായ ജീവനും ജീവന്റെ സമൃദ്ധിയും നൽകി നമ്മളെ ഓരോരുത്തരെയും ജീവനുള്ള ദൈവത്തിന്റെ മക്കളാക്കി എന്നേക്കുമുള്ള ജീവൻ നൽകി നമ്മളെ ജീവിപ്പിച്ചു. നമുക്ക് വീണ്ടെടുപ്പ് സാധിപ്പിച്ചു തന്നു. കാൽവരി ക്രൂശിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വീണ്ടെടുപ്പിനെ നമ്മുടെ ഹൃദയത്തിൽ അംഗീകരിച്ച് രക്ഷയ്ക്കായി ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ദൈവിക കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും ഇനി മരുഭൂമിയുടെ അവസ്ഥ ഉണ്ടാവില്ല. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന യേശു കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അവിടുന്ന് നമുക്ക് സമാധാനം നൽകി, അവിടുന്ന് നമുക്ക് സ്വസ്ഥത നൽകി, അവിടുന്ന് നമുക്ക് നിർഭേദ നൽകി, അവിടുന്ന് നമുക്ക് സ്വൈര്യത നൽകി. അക്ഷരിക ലോകത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും സങ്കടങ്ങളും സംഘർഷങ്ങളും ഒറ്റപ്പെടലുകളും ഒക്കെ ഇനിയും ഉണ്ടായെന്ന് വരാം. എന്നാൽ അതിനെല്ലാം താഴെയാക്കിക്കൊണ്ട് മീതെ ദൈവത്തിന്റെ സംരക്ഷണവും പരിപാലനവും തന്റെ ജനത്തിന് ഉണ്ട് എന്നുള്ള വസ്തുത നാം മറന്നു പോകരുത്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ, അതുകൊണ്ട് യേശു പറയുന്നു, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ അകത്തു വരികയും പുറത്തു പോകുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. ഹോശേയ പ്രവചനം 13-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ, ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ ഏറ്റവും വരണ്ട ദേശത്ത് തന്നെ അവരെ മേയിച്ചു എന്ന് കാണുന്നു. അവർക്ക് മേച്ചിലുള്ളതുപോലെ അവർ മേഞ്ഞു തൃപ്തരായപ്പോൾ അവരുടെ ഹൃദയം ഉയർന്നു, അവർ ദൈവത്തെ മറന്നു എന്നാണ് കാണുന്നത്. മേച്ചിലുള്ളതുപോലെ എന്ന് പറഞ്ഞാൽ സാധാരണ ഉണ്ടായിരുന്ന സ്ഥലത്ത് പാർക്കുന്നത് പോലെയുള്ള അനുഭവത്തിലാ അവർ മരുഭൂമിയിൽ പാർത്തതെന്നായി വചനത്തിലൂടെ തെളിയിക്കപ്പെടുന്നത്. നാം ഒരിക്കലും ഇങ്ങനെ ആകരുത്. എല്ലാ അക്ഷരിക സുഖ സൗകര്യങ്ങളും ഈ ലോകത്തിൽ നമുക്ക് ലഭിച്ചാലും അതെല്ലാം താൽക്കാലികങ്ങൾ മാത്രമാണെന്ന് നാം മനസ്സിലാക്കണം. ഒന്നും നിലനിൽക്കുന്നത് ഈ ഭൂമിയിലില്ല. എന്നാൽ നാം ഈ ഭൂമിയിൽ വെച്ച് നേടിയ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ലഭിച്ച നിത്യജീവൻ മാത്രമേ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് എത്തിക്കുവാൻ കഴിയത്തുള്ളൂ. ഇസ്രായേൽ മക്കൾക്ക് കനാൻ ദേശത്തെ ദൈവം അവകാശമാക്കി കൊടുത്തതുപോലെ പുതിയ നിയമ ഇസ്രായേലായ നമുക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു സ്ഥലമൊരുക്കാൻ പോയിരിക്കുക. സ്വർഗീയ സ്ഥലത്ത് നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊണ്ട് ദൈവത്തിൽ ജീവിക്കുന്ന ഏതൊരു ദൈവ പൈതലിനും അവിടെ പ്രവേശനമുണ്ട്. യെശയ്യാ പ്രവചനം 44-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ യഹോവയായ ദൈവം പറയുന്നു, ദാഹിച്ചിരിക്കുന്നവന് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരുമെന്ന്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 37-ാം വാക്യത്തിൽ യേശു പറയുന്നു, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന്. അക്ഷരിക ലോകത്തിൽ മരുഭൂമിക്ക് സമാനമായ അനേക സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അവയെല്ലാം തരണം ചെയ്യുന്ന ദൈവകൃപ പ്രാപിച്ചുകൊണ്ട്, പാപമോചനം പ്രാപിച്ചുകൊണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടിയുള്ള നിത്യജീവൻ പ്രാപിച്ചുകൊണ്ട് എന്നേക്കുമുള്ള ജീവൻ എന്ന തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ ജീവൻ പ്രാപിച്ചുകൊണ്ട് നാം ചെയ്യേണ്ടത്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. നാം ഓരോരുത്തരും മരുഭൂമിക്ക് സമാനമായ അനേക സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് അവരുടെ വരൾച്ചകളെ മാറ്റുന്നവരായി, അവരുടെ വിശപ്പ് മാറ്റുന്നവരായി, അവരുടെ ദാഹം മാറ്റുന്നവരായി
യേശു പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കുമെന്ന്. ശമരിയക്കാരത്തി സ്ത്രീയോട് യേശു പറഞ്ഞു, ഞാൻ നൽകുന്ന വെള്ളം കുടിച്ചാൽ നിനക്ക് ഒരു നാളും ദാഹിക്കയില്ലെന്ന്. നിത്യമായ ജീവനും നമ്മുടെ ദാഹത്തെ പോക്കുന്ന നിത്യമായ വെള്ളവും എല്ലാം കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ തന്നെ ഏതെല്ലാം പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും, കഷ്ടങ്ങളും നെടുവീർപ്പുകളും ഉണ്ടെങ്കിലും നമുക്ക് നിലനിൽക്കാം. നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ കനാനിൽ എത്തുവാൻ നമുക്ക് കാത്തിരിക്കാം. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ വരുവാനുള്ള സമയം അതിവിദൂരമല്ല. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നു, അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തുവെന്ന്. അപ്രകാരമുള്ള ആത്മീക സൗഭാഗ്യത്തിലേക്ക് കടന്നു വരാത്ത ഏതെങ്കിലും പ്രിയപ്പെട്ടവർ ഈ വീഡിയോയിലൂടെ ശ്രവിക്കുന്നുവെങ്കിൽ നിങ്ങൾ എത്രയും വേഗം ക്രിസ്തുവിലേക്ക് വരിക. നിങ്ങളുടെ നിർജീവമായ എല്ലാ അവസ്ഥകൾക്കും മാറ്റം വന്നിട്ട് നിത്യമായ ജീവന്റെ സമൃദ്ധി പ്രാപിച്ച് മരുഭൂമിയിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ സ്വർഗീയ സൗഭാഗ്യത്തെ അനുഭവിച്ചും രുചിച്ചും ആസ്വദിച്ചും മുന്നേറുവാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ വിരമിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ.